ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ്. അതിന് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആ വീഡിയോ എടുക്കുന്ന തിരക്കിൽ എണ്ണ എത്ര വീണമെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് ഇത്തിരി എണ്ണ കൂടുതലാണ്, ഇത്രയും എണ്ണ വേണ്ടിയിരുന്നില്ല. അങ്ങനെ മുട്ട കൊത്തിപ്പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കൂടി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സാക്കി നമുക്ക് ചൂടാക്കിയെടുക്കാം. അത് പച്ചമണം മാറുമ്പോൾ ഞാൻ ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ബീൻസിനാണല്ലോ കുറച്ച് വേവാൻ അധികം നേരം വേണ്ടത്. പിന്നെ കുറച്ച് ക്യാരറ്റും ക്യാബേജും ചെറുതായി അരിഞ്ഞത് ചേർത്തു. ഇന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതുകൊണ്ടാണ് ഇതിന് ഓരോന്നിനും ഓരോ ഷേപ്പ്. കൂടെ പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്തു. അവസാനമാണ് ക്യാപ്സിക്കം ചേർത്തത്. അതിന് തീരെ വേവ് വേണ്ടല്ലോ. പിന്നെ കുറച്ച് സോയാ സോസും ചില്ലി സോസും. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ വേവിച്ച് തയ്യാറാക്കിയ ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം കൊത്തിപ്പൊരിച്ചെടുത്ത മുട്ടയും കുറച്ച് കുരുമുളക് പൊടിയും ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാർ. ഇതിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്.